താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തകർന്നു തരിപ്പണമായ കാലടി പാലത്തിലെ വൻ കുഴികൾ കാരണം യാത്ര ദുഷ്കരമായതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ പാലത്തിൽ ശയനപ്രദക്ഷിണം നടത്തി സമരം ചെയ്തു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ പാലത്തിലൂടെയുള്ള യാത്ര അതീവ അപകടകരവും നരകതുല്യവുമായി മാറിയിരിക്കുകയാണ്. ഗതാഗതത്തിന് സുഗമമായ യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ജനകീയമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. ബസ് ഉടമകളും ജീവനക്കാരും ചേർന്ന് നടത്തുന്ന ഈ സമരത്തിൽ ഈ നാട്ടിലുള്ള പൊതുസമൂഹം ഏവരും പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കാലടി ശ്രീ ശങ്കര പാലത്തിന്റെ മുൻപിലുണ്ടായിട്ടുള്ള വൻ കുഴികൾ, വൻ ഗർത്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? തകർന്നു തരിപ്പണമായ കാലടി പാലത്തിലെ വൻ കുഴികൾ കാരണം യാത്ര ദുഷ്കരമായതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ പാലത്തിൽ ശയനപ്രദക്ഷിണം നടത്തി സമരം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ നരകയാതന അതിന്റെ പരമതീവ്രതയിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കാലടിയും അനുബന്ധ പ്രദേശങ്ങളുമെല്ലാം കടുത്ത ഗതാഗത കുരുക്കിൽ അമർന്നിരിക്കുകയാണ്. നമുക്കെല്ലാവരും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഈ സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജസിന്റെയും റോഡ്സിന്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും അവര് പറഞ്ഞ മറുപടി വളരെ നിരാശാജനകമാണ്. കാരണം യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ ദിവസം വരെ, ഈ മണിക്കൂർ വരെ ഈ പാലത്തിൽ നടത്താനായിട്ട് യാതൊരു തീരുമാനവുമില്ല. കാരണം പുതിയ പാലം മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി മറ്റുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ഇനി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാലടിയിലെയും ഇതുവഴി യാത്ര ചെയ്യുന്ന പതിനായിരങ്ങളുടെയും തീരാശാപമായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ പാലത്തിലൂടെയുള്ള യാത്ര അതീവ അപകടകരവും നരകതുല്യവുമായി മാറിയിരിക്കുകയാണ്. കുഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും കാരണം സ്വകാര്യ ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. നിലവിലെ ഈ വലിയ പ്രതിസന്ധി കാരണം പല ബസ്സുകൾക്കും റൂട്ട് മാറി ഓടേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഇതോടെ യാത്രക്കാരും കടുത്ത ദുരിതത്തിലായി. കാലടി പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്കമാലി, കാലടി, അത്താണി, കൊരട്ടി മേഖലയിലെ ബസ് ഉടമകളും ജീവനക്കാരും ഇങ്ങനെ ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് പല രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ബസ് ഉടമകളുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് കാലടി ടൗണിൽ ഒരു ദിവസത്തെ നിരാഹാര സമരം ഞങ്ങൾ നടത്തി. സർക്കാർ 1 കോടി രൂപ നിലവിലുള്ള പാലം മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചു. ആ പൈസ മുടക്കി ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിന് പ്രതിഷേധിച്ചാണ് അന്ന് ഞങ്ങൾ ഉപവാസ സമരം നടത്തിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, വർഷം പിടിക്കുമ്പോൾ നമ്മുടെ പാലത്തിന്റെ അവസ്ഥ വളരെ മോശമാകും. അതുകൊണ്ട് അത് വരാതിരിക്കുവാൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള പൈസ മുടക്കി ചെയ്യാവുന്ന വർക്ക് ചെയ്ത് ഇതിലെ പോകുന്ന യാത്രക്കാർക്കും ഞങ്ങൾക്കൊക്കെ ഒരു സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞിട്ട് മെയ് 30 കാലടി പാലത്തിന്റെ ഉദ്ഘാടനം നടത്തും എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത്. പക്ഷേ 2026 മെയ് 30 ഉദ്ഘാടനം എവിടം വരെ ആയി എന്നുള്ളത് ഞാൻ പറയുന്നില്ല.
ഈ 2027 മെയ് 30 ഉദ്ഘാടനം ചെയ്യോ എന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലടി ശ്രീശങ്കര പാലത്തിലൂടെ കടന്നു പോവാൻ 100ഓളം സ്വകാര്യ ബസ്സുകൾ 400ഓളം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന് സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരിക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകൾ വ്യത്യസ്തമായ സമരവുമായി തെരുവിലിറങ്ങിയത്. യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ദുരിതം അവസാനിപ്പിക്കാൻ തകർന്ന കാലടിപ്പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. പ്രിയപ്പെട്ടവർ, ഇതിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ ഒരു ജീവനുമായിട്ട് ഒരു ആംബുലൻസ് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു, ഈ നിൽക്കുന്ന പാലത്തിന്റെ അടുത്ത് ഒരു ബൈക്ക് അപകടം സംഭവിച്ചു. അയാൾ മരണപ്പെട്ടിരുന്നെങ്കിൽ അയാൾ കാലിന് മറ്റും ഗുരുതരമായിട്ടുള്ള ഫ്രാക്ചർ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ അധികാരികൾക്കെതിരെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാല് സംവിധാനത്തിനെതിരെയാണ് സത്യത്തിൽ ഈ ജനപ്രതിനിധികൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അനുവദിക്കപ്പെട്ട തുക ചെലവഴിക്കാൻ പോലും സാധിക്കാത്ത ജനപ്രതിനിധികളാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് ഏറ്റവും നിന്ദാകരമായ കാര്യമാണ്. ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ സത്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപാട് സംഘടനാ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ട ഒരു സമരമാണിത്. ഇത് ഈ ബസ് ഓണേഴ്സ് ഏറ്റെടുത്ത്, എനിക്ക് തോന്നുന്നു ഈ പാലത്തിന്റെ വിഷയം എപ്പോഴും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടുത്തെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആണ്. നിരന്തരം അവർ ഇതിന്റെ പിന്നാലെ ഉണ്ടെന്നുള്ളത്, കാരണം ഉപജീവനത്തിന്റെ ഭാഗമാണത്. അസോസിയേഷൻ പ്രസിഡന്റ് APGP അധ്യക്ഷത വഹിച്ചു. കാലടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. ശരിയായ പരിഹാര മാർഗം തുറന്നു കിട്ടുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ അധികാര സമക്ഷത്തുള്ള നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികളിലൂടെ, പദ്ധതികളിലൂടെ ഈ പ്രതിസന്ധി അതിവേഗം പരിഹരിക്കപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൊതുജനങ്ങളുടെ സർവാത്മനമായ പിന്തുണയുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാവകാശം നിലനിർത്തി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ സമരം എന്നുകൂടി ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അസോസിയേഷൻ സെക്രട്ടറി BO ഡേവിസ്, ആൻസി ജിജോ ജോണി, AN ബാലചന്ദ്രൻ, TS സിജു കുമാർ, ബസിൽ ജോർജ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.